സർപ്രൈസ് സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി എൻ.ഡി.എ. വയനാട്ടിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥി. കൊല്ലത്ത് ജി കൃഷ്ണകുമാർ, എറണാകുളത്ത് കെ.എസ്. രാധാകൃഷ്ണനും മത്സരിക്കും. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, എൻ.ഡി.എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 സ്ഥലങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കൽ പോലും മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞിരുന്ന സുരേന്ദ്രനാണ് ഇപ്പോൾ വയനാട് മത്സരിക്കാൻ എത്തുന്നത്. അതൊരു അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു മത്സരത്തിന് താല്പര്യമില്ല, പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ മാത്രമാണ് താല്പര്യമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? വിദ്യ 4 അവശേഷിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടിയാണ് ബി.ജെ.പി ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടത്. ഇതോടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി എന്ന് വേണം പറയാൻ. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഇത്തവണ മത്സരിക്കാൻ സീറ്റ് നൽകി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വയനാട് മത്സരിക്കുന്നതിൽ ആര് എന്നുള്ളൊരു ചോദ്യത്തിന് വളരെയധികം വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. പാർട്ടി മാറി ബി.ജെ.പിയിലേക്ക് എത്തിയവർക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതോടൊപ്പം ദേശീയ നേതൃത്വത്തിന് ചേർന്ന ഒരാൾ തന്നെ മത്സരിക്കാമെന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. അതിൽ അബ്ദുള്ള കുട്ടിയെ വരെ മത്സരിപ്പിക്കണം എന്നടക്കമുള്ള ദേശീയ നേതൃത്വത്തിൽ നിന്നും താല്പര്യം അറിയിച്ചിരുന്നു. അത്തരത്തിൽ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. എന്നാൽ വളരെ വ്യത്യസ്തമായി മറ്റു മണ്ഡലങ്ങളിലെല്ലാം നിന്നും വ്യത്യസ്തമായി പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു തീരുമാനമാണ് കെ സുരേന്ദ്രൻ മത്സരിക്കുക എന്നത്. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ തന്നെ എൻ.ഡി.എ സ്ഥാനാർത്ഥികൾക്കായുള്ള പിന്തുണ നൽകിക്കൊണ്ട് തന്നെ പ്രചാരണത്തിൽ ശക്തമായ പ്രവർത്തനം നടത്തും, അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കടക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ശക്തമായ മത്സരം വേണമെന്ന കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അപ്രതീക്ഷിതമായ ഒരു തീരുമാനം. സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായതാണ്. ഇത്തവണ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് കെ സുരേന്ദ്രൻ മാറി നിന്നെങ്കിലും അത് കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് മത്സരിക്കാൻ എന്ന് ഉള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ അവസ്ഥ നീങ്ങുന്നത്. അതേസമയം ആലത്തൂരിലാണെങ്കിൽ പാർട്ടി വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഡോക്ടർ ടി.എൻ. സരസുവാണ് മത്സരിക്കുക. വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പാൾ കൂടിയായിരുന്നു. ടി.എൻ. സരസുവിനെ മത്സരിപ്പിക്കുന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ജില്ലാ നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നുണ്ടെങ്കിലും ഒരു സാധ്യത പട്ടികയിൽ ഈ പേര് ഇടം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ വലിയ വ്യത്യസ്തം ഉണ്ടാകുന്നില്ല. പക്ഷേ കൊല്ലം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അതൊരു അവ്യക്തതയുണ്ടായിരുന്നു ആരാണ് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ. എന്നാൽ ഇപ്പോൾ ജി കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത്. നടനും ബി.ജെ.പി നേതാവുമായ കൃഷ്ണകുമാറാണ്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നാണ് കൃഷ്ണകുമാർ മത്സരിച്ചത്. ഇപ്പോൾ കൊല്ലം മണ്ഡലത്തിൽ നിൽക്കുന്നു. മുകേഷുമായുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകും. അത്തരത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി ഇവിടെ നിർത്തുന്നത്. അതേപോലെ തന്നെ മറ്റു മണ്ഡലത്തിന്റെ കാര്യം പറയുമ്പോൾ എറണാകുളം മണ്ഡലം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എറണാകുളം മണ്ഡലത്തിലും ഇതുപോലെ കെ.എസ്. രാധാകൃഷ്ണനാണ് മത്സരിക്കുക. ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷനാണ്. ഇദ്ദേഹത്തെ മത്സരിപ്പിക്കുന്ന കാര്യം നേരത്തെയും ഒരു തീരുമാനത്തിൽ തന്നെ എത്തിയിരുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് അതിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇത്തരത്തിലാണ് ബി.ജെ.പിയുടെ ഒരു മത്സരാർത്ഥികളെ ഈ 4 മണ്ഡലത്തിൽ വരുന്നത്. ഇതോടെ ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ പട്ടിക പൂർത്തിയായിട്ടുണ്ട്. ഇനി പ്രചരണം ശക്തമായി കൊഴുപ്പിക്കാൻ തന്നെയാണ് ബി.ജെ.പിയും എൻ.ഡി.എ മുന്നണിയും തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇത്രയും നാളും കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി.ജെ.പിയുടെ മുഴുവനുമായുള്ള 5ാം ഘട്ട പ്രഖ്യാപനമാണ്. അതിൽ ഈ കേരളത്തിലെ ആളുകളെയൊക്കെയും ഇന്നത്തോടെ തീരുമാനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എല്ലാ സ്ഥാനാർത്ഥികളെയും മുൻനിർത്തി തന്നെയായിരിക്കും പ്രചാരണ പരിപാടികൾ നടക്കുക. വിദ്യ. വിഷ്ണു, ഈ ഒരു തരത്തിൽ കെ സുരേന്ദ്രൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സുരേന്ദ്രൻ ഇപ്പോൾ മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് വയനാട് മണ്ഡലം തന്നെയാണ്. മറ്റു 2 സ്ഥാനാർത്ഥികളും വളരെ ശക്തരാണ്. അതുകൊണ്ട് തന്നെ തികച്ചും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്ന് നമുക്കെല്ലാം അറിയാമായിരുന്നു. എങ്കിൽ പോലും കെ സുരേന്ദ്രൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അതിനു പിന്നിൽ? ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പിന്നിലെത്താനുള്ള കാരണം എന്തായിരിക്കും? വിജയ, ഞാൻ അല്പം മുൻപ് തന്നെ സൂചിപ്പിച്ച കാര്യം തന്നെയാണിത്. കെ സുരേന്ദ്രൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അതായത് ഈ വയനാട് മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമാണ് ഉണ്ടാകുക. കേന്ദ്രത്തിന് തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇത്തവണ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ മാറി നിന്നെങ്കിലും ഈ കേന്ദ്ര നിർദ്ദേശം, അതായത് ഇനി മത്സരിക്കേണ്ട ആവശ്യമുണ്ട്, സംസ്ഥാന
അധ്യക്ഷൻ തന്നെ അവിടെ മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതുമാത്രമല്ല, നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വവും അറിയിച്ചിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരാണ് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനം. പട്ടിക പുറത്തുവിടുന്നത് കേന്ദ്രം തന്നെയായിരിക്കുമെന്ന് നേരത്തെ അറിയിച്ചു. ഇന്ന് പട്ടിക പുറത്തുവിട്ടതും കേന്ദ്രം തന്നെയാണ്. ഈ 5ാം ഘട്ട പട്ടിക പുറത്തുവിടുന്ന ഘട്ടത്തിൽ മുഴുവനുമായി 100-ലധികം പേരെയാണ് പട്ടിക പുറത്തുവിട്ടത് രാജ്യത്തിലുടനീളം. അതിലാണ് കേരളത്തിൽ നിന്ന് 4 പേർ. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഇടപെടൽ തന്നെയാണ്, കേന്ദ്രത്തിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് കെ സുരേന്ദ്രൻ മത്സരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സീറ്റ് ലഭിക്കുന്നതിനെ കുറിച്ച് വ്യക്തത വരുത്താത്തതും. കെ സുരേന്ദ്രൻ നേരത്തെ അറിയിച്ചിരുന്നതും അതുതന്നെയാണ്. NDA സ്ഥാനാർത്ഥികൾക്കൊപ്പം നിൽക്കുക, മത്സരത്തിൽ പ്രചാരണത്തിനായി കൂടുതൽ പിന്തുണ നൽകുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും താൻ ഉണ്ടാകുക എന്നാണ് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി സാധാരണഗതിയിൽ നിന്ന് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ലേബലിൽ തന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ വന്നിരിക്കുന്നത് മത്സരത്തിനായി. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും കെ സുരേന്ദ്രൻ മത്സരിക്കും. ഇപ്പോൾ പൂർണ്ണമായും 4 പേരെ കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 20 മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ശക്തമായ പോരാട്ടം പലയിടങ്ങളിൽ നടക്കും. പക്ഷേ BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ NDA പക്ഷത്തു നിന്നുള്ള ആശങ്ക. ഏതായാലും മോദി പറയുന്ന ഗ്യാരണ്ടി ആണോ, അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമോ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടെങ്കിലും തുറക്കാൻ സാധിക്കുമോ എന്നുള്ള പല ചോദ്യങ്ങൾക്ക് ഉത്തരം ഇപ്പോൾ മുട്ടി നിൽക്കുകയാണ്. ഏതായാലും NDA സ്ഥാനാർത്ഥികൾ അതിനായുള്ള പ്രചാരണം ആരംഭിച്ചു കഴിയുന്നു. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമായി പ്രചാരണം കൊഴുപ്പിക്കുമെന്ന് തന്നെയാണ് ഇതൊന്നും വ്യക്തമാകുന്നത്. വിദ്യ. ശരി വിഷ്ണു, വ്യക്തമാണ്. സർപ്രൈസ് സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി NDA. വയനാട്ടിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെങ്കിൽ കൊല്ലത്ത് G കൃഷ്ണകുമാറും എറണാകുളത്ത് KS രാധാകൃഷ്ണനും മത്സരിക്കും. ആലത്തൂരിൽ ഡോക്ടർ സരസുവാണ് മത്സരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക്കിനോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. 3 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. UDF നൽകിയ പരാതിയിലാണ് നടപടി. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് സർക്കാർ സംവിധാനങ്ങളെയും ജീവന